بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവൻ്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആമുഖത്തിൽ സ്വയം ബോധത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തെ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മൂല്യമുണ്ട് എങ്കിൽ അത് നീതിയാണ്. എല്ലാവർക്കും നീതി ലഭ്യമാകണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത്. നമ്മോട് അനീതി കാണിക്കപ്പെടുന്നതിനെ നമുക്ക് വല്ലാത്ത ഒരു പ്രയാസമാണ്. നമ്മളോട് അനീതി കാണിക്കപ്പെടുന്നു എന്നുള്ളത്. എന്നാൽ മറ്റുള്ളവരോട് നീതി പുലർത്തുന്നതിൽ പലപ്പോഴും നമുക്ക് വീഴ്ചകൾ വരാറുണ്ട്. പലപ്പോഴും അതിൽ അപാകതകൾ നമ്മൾക്ക് വന്നു പെടാറുണ്ട്. എന്നാൽ നീതിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കണമെന്നുള്ളത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. ഇന്ന് നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്ത് നമ്മൾ മുഴുവനും പരിശോധിക്കപ്പെടുമ്പോൾ അധികാരമുള്ളവരും പണമുള്ള ആളുകളുമൊക്കെ അവർ അനീതി കാണിക്കുകയും ആ അനീതിയുടെ ഫലമായി വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും സാധാരണക്കാരായ മനുഷ്യന്മാർ അനുഭവിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം അതിന് എന്താണ് നീതിയുടെ വിഷയത്തിൽ പറയാനുള്ളത്? നീതിയുടെ നിലപാടെടുക്കണമെന്നുള്ള കാര്യത്തിൽ എന്താണ് സമൂഹത്തിനോട്, ഭരണാധികാരികളോട്, മുഴുവൻ ജനങ്ങളോടും സാധാരണക്കാരനോടും അടക്കമുള്ള ഓരോ മനുഷ്യനോടും ഗൗരവത്തോടു കൂടി പറയാനുള്ളത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനുമാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. നീതിയുള്ളവരാവണം നമ്മൾ. എവിടെയും അനീതിയുടെ വക്താക്കളായി നമ്മൾ മാറാൻ പാടില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാകണം. പണത്തിൻ്റെയോ തറവാടിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ മഹത്വം നോക്കിക്കൊണ്ട് തിന്മകൾക്ക് റാൻമൂളികളാകുന്ന അനീതികൾക്ക് നേരെ കണ്ണടക്കുന്നവരായിട്ട് വിശ്വാസികൾ മാറാൻ പാടില്ല എന്നുള്ള കൃത്യമായ താക്കീത്, ഗൗരവകരമായ താക്കീതാണ് ഇസ്ലാം നീതിയുടെ വിഷയത്തിൽ നമ്മളോട് പറയുന്നത്.
നിങ്ങൾ ഏത് വിഷയമാണെങ്കിലും ശരി, ഏത് സമയത്തുള്ള നിലപാടുകളാണെങ്കിലും ശരി, ആ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് നീതിയും അനീതിയും ഏതാണെന്ന് നോക്കിയിട്ടാണ്. അതല്ലാതെ അപ്പുറത്തു നിൽക്കുന്നവനുമായി എനിക്കെന്തെങ്കിലും കുടുംബ ബന്ധമുണ്ടോ, അപ്പുറത്തു നിൽക്കുന്നവന് അധികാരത്തിൽ വല്ല പിടിയുമുണ്ടോ, അപ്പുറത്തു നിൽക്കുന്നവന് സാമ്പത്തികമായി ഉയർന്നവനാണോ എന്നുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലാവരുത് ഒരു വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കേണ്ടത്. നേരെ മറിച്ച് നീതിപൂർവമായിരിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാകും. അവിടെ നമുക്ക് ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ പടയങ്കി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു യഹൂദിയായ മനുഷ്യന്റെ കയ്യിൽ അത് കാണുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, അത് എൻ്റെ പടയങ്കിയാണ്, ഞാനത് ആർക്കും പണയം വെച്ചിട്ടില്ല, അതേപോലെ ഞാൻ അത് ആർക്കും വിറ്റിട്ടുമില്ല, അത് എൻ്റെതാണ് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു, ഖലീഫയായ അലി റളിയല്ലാഹു തആല അൻഹു ആ യഹൂദിയോട് പറയുന്ന രംഗമുണ്ട്. ആ സമയത്ത് യഹൂദി പറഞ്ഞു, ഇത് നിങ്ങളുടേതല്ല, ഇത് എൻ്റെതാണ്, യാതൊരു സംശയവുമില്ല, ഇത് എൻ്റേത് തന്നെയാണെന്ന് അദ്ദേഹം വാശി പിടിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ചെയ്തത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ഖലീഫ എന്നുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്തി ആ സെക്കൻഡിൽ തന്നെ അത് അദ്ദേഹത്തിന് സ്വന്തമാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ആ വിഷയത്തെ കോടതിയിലേക്ക് വിടുകയാണ്. അവിടെ ജഡ്ജിയുണ്ട്. ആ ജഡ്ജി എന്ന് പറയുന്നത് ഖലീഫയുടെ കീഴിലുള്ള വ്യക്തിയാണ്. ആ ജഡ്ജിക്ക് മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജഡ്ജി ഖലീഫയോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പടയങ്കിയാണ് എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ ഹസൻ, അവനറിയാം അതെൻ്റെതാണ് എന്ന്. അതേപോലെ എൻ്റെ സേവകനുണ്ട്, ആ സേവകനും അറിയാം അതെൻ്റെതാണ് എന്ന്. അപ്പോൾ ജഡ്ജിയായിരുന്ന ശുറൈഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതൊരു തെളിവല്ല, അതൊന്നും നിങ്ങളുടെ മകനാണ്, അതൊന്നും നിങ്ങളുടെ ജോലിക്കാരനാണ്, അതല്ലാതെ വേറെ വല്ല തെളിവുമുണ്ടോ എന്നതിന് ഒന്നുമില്ല എന്നായപ്പോൾ അവിടെ നിന്നും ജഡ്ജിയുടെ ഉത്തരവ് വരുന്നത് കൃത്യമായ തെളിവുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് ആരുടെ കയ്യിലാണോ ആ പടയങ്കി ഉള്ളത് അത് അവൻ അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നൊരു രംഗമുണ്ട്. ഖലീഫയോടാണ് ഇത് പറയുന്നത്. ഖലീഫ അലി റളിയല്ലാഹു തആല അൻഹു ആ ഉത്തരവ് കേട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം പറയുന്ന വാചകം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഭരണാധികാരിയായ അലി റളിയല്ലാഹുവിനോട് പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും തെളിവ് അലി റളിയല്ലാഹുവിനെതിരായപ്പോൾ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എൻ്റെ ഒരു ജഡ്ജിക്ക് അതിനെ മറുപടി പറയാൻ പറ്റുന്ന, വിധി കൽപ്പിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുങ്ങൾ, ഒരിക്കലും സ്വപ്നം കാണാൻ പോലും നമുക്ക് പറ്റുകയില്ല. തന്റെ കീഴിലുള്ള ജഡ്ജിയുടെ ആ ഉത്തരവത്തിനെ സ്വീകരിക്കുന്നു. അതിന്റെ ചരിത്രത്തിന്റെ ഒന്നുകൂടി പിന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ആ മനുഷ്യൻ അതിൽ അത്ഭുതപ്പെട്ട് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാം നീതിയുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എങ്ങനെയാണ്. ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, അവരുടെ ഭരണാധികാരത്തെ, അവരുടെ അധികാരത്തിനെ, അവരുടെ സമ്പത്തിനെ ഒന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീതിപൂർവമായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ പദവികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. സബഅത്തും യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി യൗമൻ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. നാളെ പരലോകത്ത് ആർക്കും തണലില്ലാത്തൊരു സന്ദർഭമുണ്ട്. ആ സമയത്ത് 7 വിഭാഗത്തിന് എണ്ണി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അതിലെ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു രാജാവിന്റെ ഒരു പൊസിഷൻ മാത്രമല്ല ആലോചിക്കേണ്ടത്. ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഒരു സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു മഹലിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഒരു സമൂഹത്തിൽ ഉയർന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഏതു നിലയിലാണെങ്കിലും ശരി, തന്റെ അധികാരത്തിനെ അത് ഉപയോഗപ്പെടുത്തേണ്ടത് നീതിക്ക് വേണ്ടിയാവണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഇതേപോലെ ഷാമിലുള്ള ഒരു രാജാവ് കടന്നു വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. മദീനയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് ഉംറ പോവുകയാണ്. അവിടെ എത്തി പരിവാരങ്ങളോടുകൂടെ ഉംറ നിർവഹിക്കുന്നതിനിടയിൽ
അവിടെയുള്ളൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു അറബി, അദ്ദേഹത്തിനെ ഒന്ന് ചവിട്ടിപ്പോയി, അറിയാതെ തട്ടിപ്പോയി. ഉടനെ ആ രാജാവിന്റെ ഗാംഭീര്യമുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പരുത്ത കൈകളെ കൊണ്ട് ആ മനുഷ്യനെ ഒന്ന് അടിച്ചു. വളരെ ശക്തമായ അടിയായിരുന്നു. ഈ വിഷയം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തുകയാണ്. അദ്ദേഹം ഈ രാജാവിനെ വിളിച്ചു. ഈ രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നടന്നിട്ടുണ്ട്. ഞാനൊരു രാജാവല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിച്ചു പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത് പറ്റുകയില്ല. നിങ്ങളുടെ മുമ്പിൽ രണ്ടു മാർഗമാണുള്ളത്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ അടിച്ച മനുഷ്യനോട് നിങ്ങൾ മാപ്പ് പറയണം. രണ്ടാമത്തത് അല്ലെങ്കിൽ തിരിച്ച് അവന്റെ അടുക്കൽ നിന്നും അടി നിങ്ങൾ തിരിച്ചു വാങ്ങണം. ഏതാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം. സമയം കൊടുത്തു. ആ സമയം കൊടുത്തതിനിടയിൽ അദ്ദേഹം ആ രാജ്യം വിട്ടു തന്നെ മദീന വിട്ടുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരു രാജാവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന വലിയ മഹത്വമുള്ള വ്യക്തിയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലെത്തിയപ്പോ അവിടെ യഥാർത്ഥത്തിൽ നീതി എന്തായിരുന്നുവോ ആ നീതിക്ക് അനുകൂലമായി കൊണ്ട് നിലപാടെടുക്കുന്നു. ഇതാണ് ഇസ്ലാം. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നീതിയോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിക്കപ്പെട്ടു. ഭരണാധികാരികൾ നീതിമാന്മാരാകണം. അത് അനീതി കാണിക്കുന്ന മുസ്ലിം ഭരണാധികാരിയാണ് എങ്കിൽ അതിനേക്കാൾ മഹത്വമുണ്ട് നീതി കാണിക്കുന്ന അമുസ്ലിം ഭരണാധികാരിക്ക്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം, നീതി എന്ന് പറയുന്നത് പാലിക്കപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രമേൽ ഗൗരവകരമാണെന്ന് അറിയുമോ നിങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ അനീതി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബത്തെ നമ്മളൊന്ന് വെറുതെ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ കുടുംബങ്ങളിലുള്ള പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുള്ളത് മാതാപിതാക്കളുടെ അനീതി കലർന്ന ചില നിയമങ്ങളായിരുന്നു, അനീതിയുള്ള ചില പ്രവർത്തനങ്ങളായിരുന്നു. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ വേർതിരിവ് കാണിച്ചപ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പല സഹോദരങ്ങൾ മിണ്ടാതിരിക്കുന്നത്, പല സഹോദരിമാരുമായിട്ട് രക്തബന്ധങ്ങൾ തമ്മിൽ പണങ്ങി നിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയുമോ നിങ്ങൾ? മാതാപിതാക്കൾ ചെയ്തു വച്ചിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അവർക്കിടയിൽ അവർ കാണിച്ച ചില വിഭാഗീയതകളുണ്ട്. ആ വിഭാഗീയതകൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന സഹോദരങ്ങൾ അവർ തമ്മിൽ പിണക്കത്തിലാണ്, അവർ തമ്മിൽ വലിയ അകലത്തിലാണ് ഉള്ളത്. അവരുടെ പരലോകം പോലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട് പല ആളുകളും. അവിടെ ഇത് സംഭവിച്ചതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കൾക്കിടയിൽ കാണിച്ച ചില അനീതികളുടെ ഫലമായിട്ടാണ്. ചില മാതാപിതാക്കൾക്ക് പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹമാണ്. പെൺകുട്ടികൾക്ക് അവരെന്തും കൊടുക്കും, അവരെന്തും ചെയ്തു കൊടുക്കും. അങ്ങനെ ആൺകുട്ടികളോട് വിരോധം കാണിക്കുന്ന, ആൺകുട്ടികളോട് അനീതി കാണിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ ആൺകുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുന്നു. പാപ്പയോടും ഉമ്മയോടും മാത്രമല്ല, പെങ്ങന്മാരോടും വിദ്വേഷം ഉണ്ടാകുന്നു. നേരെ തിരിച്ചുമുണ്ട്. പെൺകുട്ടികളെ യാതൊരു വിധത്തിലും പരിഗണിക്കാതെ ആൺകുട്ടികളെ മാത്രം പരിഗണിക്കുകയും പെൺകുട്ടികളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, അതും അപകടമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ വിഷയത്തിലും നമ്മൾ നീതി കാണിക്കുന്നവരായി മാറേണ്ടതുണ്ട്. മക്കൾക്കിടയിൽ നമ്മൾ നീതി കാണിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ഇന്ന് രാജ്യം മുഴുവനും അങ്ങനെയാണ്. ഇന്ന് രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനീതികളാണ്. ഒരേ തെറ്റിന് രണ്ട് വിധികൾ കൽപ്പിക്കപ്പെടുന്ന, രണ്ട് വിധികൾ പ്രസ്താവിക്കപ്പെടുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരേ സ്വഭാവമുള്ള വിഷയങ്ങളിൽ അതിന്റെ നീതിപീഠത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ രണ്ട് വിധികൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നത് വലിയ കലാപങ്ങളിലേക്കും വലിയ ദുരന്തങ്ങളിലേക്കുമായിരിക്കും. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വർഷങ്ങളുടെ അധ്വാനത്തോടുകൂടി കുട്ടികൾ പഠിച്ച് അവർ പരീക്ഷ എഴുതാൻ പോയപ്പോ ചില ആളുകൾ അവർ പരീക്ഷയ്ക്ക് പോലും കൃത്യമായി പഠിക്കാതെ അധികാരം ഉപയോഗപ്പെടുത്തി, സമ്പത്ത് ഉപയോഗപ്പെടുത്തി ചോദ്യപേപ്പറുകൾ അപ്പുറത്തു നിന്നും വാങ്ങിയിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ ദുരന്തങ്ങളും പരീക്ഷ മാറ്റിവെക്കലുകളും അതിന്റെ ഭാഗമായി പല കുട്ടികളും ആത്മഹത്യയിലേക്ക് പോകലും ഒക്കെ സംഭവിച്ചു നമ്മുടെ നാട്ടിൽ. അതിന്റെ ആ വലിയൊരു പ്രതിസന്ധിയിൽ യാതൊരു നീതിയുടെ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാതെ
അതിന്റെ ആ രീതി സ്വീകരിച്ചവരോടോ അതിനെ പ്രോത്സാഹിപ്പിച്ചവരോടോ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചവർക്കോ എതിരെ നടപടി എടുക്കാതിരുന്നപ്പോ കലാലയങ്ങളിൽ പോയിരുന്ന് അവിടെ പുസ്തകങ്ങൾ വായിക്കേണ്ട മക്കള് അവരിന്ന് തെരുവോരങ്ങളിൽ പോലീസിന്റെയും അതേപോലെ അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുടെയും പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതൊരു ഉദാഹരണമാണിത്. കാരണം എവിടെ നീതി നിലക്കപ്പെടുന്നുവോ, എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവോ, ആ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് കുടുംബമാണെങ്കിലും അല്ലാത്തൊരു സാഹചര്യം ഏത് രാജ്യമാണെങ്കിലും ശരി, നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഇസ്ലാം നമ്മോട് പറയുന്നു, നീതി കാണിക്കണം, അനീതി കാണിക്കാൻ പാടില്ല, എല്ലാവരോടും സത്യസന്ധമായി പെരുമാറണം. അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇലൂടെ നമ്മോട് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിപൂർവം നിലനിർത്തി പോരുന്നവരായിരിക്കണം. നീതി അത് മുറുകെ പിടിക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറണം. ശേഷം പറയുന്ന വാചകം തന്നാ, നിങ്ങൾ വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരാണെങ്കിലും ശരി, നമുക്കെതിരെയാണത്, നമ്മൾ അത് സത്യസന്ധമായി അവിടെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കത് ഉപദ്രവമായി മാറാൻ സാധ്യതയുണ്ട്, നമുക്കൊരു വേദനയുള്ള കാര്യമായി മാറാൻ പാടുണ്ട്. അങ്ങനെയാണെങ്കിലും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങളും കുടുംബങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്കോ എതിരാണെങ്കിലും ശരി, ആർക്കെതിരാണെങ്കിലും ശരി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കെതിരാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നമ്മുടെ കുടുംബങ്ങൾക്കെതിരാണെങ്കിലും നീതിയുടെ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സന്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും സമ്പത്തുള്ളവർക്ക് അനുകൂലമായി വിധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തറവാടികളായ ആളുകൾക്ക് പ്രത്യേകമായി നിയമങ്ങൾ പറയുന്നവരുണ്ട്, അവർക്ക് പ്രത്യേകമായി കൺസെഷനുകൾ കൊടുക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അവന്റെ അധികാരത്തിന്റെയോ സമ്പത്തിന്റെയോ തറവാടിത്വത്തിന്റെയോ പേര് നോക്കിക്കൊണ്ട് പ്രത്യേകമായ കസേരകൾ അവന് വേണ്ടി സ്ഥാപിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നു, അത് തെറ്റായ പ്രവണതയാണ്, അത് തെറ്റായ രീതിയാണ്, അതിലൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട്, പവറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നീതിയില്ലാതെ അനീതിയുടെ മാർഗത്തിൽ കാര്യങ്ങൾ നേടുന്നവരുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഞങ്ങൾക്ക് ഇത്രയേറെ ശക്തിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര MLA-മാരെ തരണം, ഞങ്ങൾക്ക് ഇത്ര MLA-മാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മന്ത്രിമാരെ തരണം എന്ന് പറയുകയും യാതൊരു കഴിവുമില്ലാത്തവർ ആ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. നീതിപൂർവം കഴിവുള്ളവർ എത്തേണ്ട അധികാര സ്ഥാനങ്ങളിൽ അനീതി സംഘടിതമായി ചേർന്നുകൊണ്ട് അധികാരങ്ങൾ വാങ്ങിയെടുക്കുന്നവർ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഇസ്ലാം വിരോധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധ്യമാകും. ഇസ്ലാം അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ശത്രുപക്ഷത്തുള്ളത് ആരാണെങ്കിലും ശരി പിന്നെ നീതിപൂർവമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഹ്സൂം കുടുംബത്തിൽ പെട്ട ഒരു പെണ്ണ്, അവിടെയുള്ള പ്രശസ്തമായ ഒരു കുടുംബമാണ്, ആ കുടുംബത്തിലൊരു പെണ്ണ് ഒരു കളവ് നടത്തി. ആ കളവ് നടത്തിയപ്പോ ആ കുടുംബത്തിന് വല്ല അപമാനമായി മാറി. കാരണം കളവ് നടത്തിയാൽ അതിനുള്ള ഇസ്ലാമിന്റെ ശിക്ഷ എന്ന് പറയുന്നത് കൈ മുറിച്ചു കളയുക എന്നുള്ളതാണ്, കൈപ്പത്തി മുറിച്ചു കളയുക എന്നുള്ളതാണ്. അതാണ് ശിക്ഷ, അതാണ് അവർക്ക് വരാൻ പോകുന്നത്. അവർ ഒരുമിച്ചുകൂടി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. പക്ഷേ ആർക്കും പ്രവാചകന്റെ മുമ്പിലേക്ക് പോകാൻ ധൈര്യമില്ല. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ഒരു സഹചാരിയോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രവാചകൻ അടുക്കലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പ്രവാചകനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദാണ് പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഈ ഒരു സ്വഭാവം ഇസ്രായേലിലുണ്ടായിരുന്നു. അവരുടെ തറവാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പല അനർഹമായതും അവർ നേടിയിട്ടുണ്ട്. പല തെറ്റുകളും അവരുടേത് മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതി അവർക്കുണ്ടായിരുന്നു. ഇന്ന ബനി ഇസ്രായേൽ കാന ഇദാ സറഖ ഫീഹിം ശരീഫ് തറഖു. ഇസ്രായേലിലെ മാന്യന്മാരായ ആരെങ്കിലും കളവ് നടത്തിയാൽ അവരെ വെറുതെ വിടുമായിരുന്നു. നേരെ മറിച്ച് ഇനി ദുർബലരാണെങ്കിലോ
ദുർബലരാണെങ്കിലോ അവരെ കൈവെട്ടിക്കളയുമായിരുന്നു. ലൗ കാനത്ത് ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലൗ കാനത്ത് ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിലും ശരി. പ്രവാചകന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. പ്രവാചകൻ പലപ്പോഴും ഫാത്തിമ ബിവിയെ കുറിച്ച് ഒരുപാട് വാചകങ്ങൾ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അത്രയും ഏറെ സ്നേഹമുള്ള ഫാത്തിമ. ആ ഫാത്തിമയുടെ പേര് പറഞ്ഞിട്ട് റസൂൽ പറയാണ്, ഫാത്തിമയുടെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തുന്നതെങ്കിൽ ശരി, ലഖതഅത് യദഹ, അവരുടെ കൈ ഞാൻ മുറിക്കും. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം, അതാണ് ലോകത്തോട് ഇസ്ലാമിന് പറയാനുള്ളത്. ആരാണെങ്കിലും ശരി മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടതുണ്ട്, മുഖം നോക്കാതെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കും സാധ്യമാകണം, അധികാരത്തിലിരിക്കുന്നവർക്ക് സാധ്യമാകണം, ഉസ്താദുമാർക്ക് സാധ്യമാകണം, പണ്ഡിതന്മാർക്ക് സാധ്യമാകണം, ധനമുള്ളവർക്ക് സാധ്യമാകണം നീതിയുടെ പക്ഷത്തു നിൽക്കാൻ. താടിയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലോ, ധനത്തിന്റെ ബാങ്കിലെ അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിലോ, അധികാരത്തിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലോ ആരുടെ കൂടെയും നിൽക്കുന്ന രീതി സ്വീകരിക്കുവാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് നമ്മൾ ഇവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ കാണുക, ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ നമ്മൾ കാണുക. പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ ഇനിയും ഒരുപാട് രംഗങ്ങളുണ്ട് ഈ രൂപത്തിലുള്ളത്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് നീതിപൂർവമായ നിലപാടുകളാണ്. നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും ഇത് വലിയ ആഗോള വിഷയങ്ങളിലേക്ക് മാത്രം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതല്ല. നേരെ മറിച്ച് നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, എന്തിനേറെ ഞാൻ പലപ്പോഴും പറഞ്ഞ വിഷയമാണെങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുന്നു, സലാം പറയണമെങ്കിൽ പോലും, എനിക്ക് നിങ്ങളിൽ ഒരാളോട് സലാം അറിയണമെങ്കിൽ പോലും നിങ്ങളുടെ തറവാടിന്റെ മഹത്വം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളോടൊന്ന് പുഞ്ചിരിക്കണമെങ്കിൽ, അത് സാധാരണ ജോലി ചെയ്യുന്ന സാധാരണ കുടുംബത്തിൽ ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും മടി കാണിക്കുന്ന കിബറിന്റെ അങ്ങേത്തലയിലുള്ള മാന്യതയുടെ വേഷം നനഞ്ഞു നടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അത് അനീതിയാണ്, അത് തോന്നിവാസമാണ്. നിങ്ങൾ വലിയവന്റെ കല്യാണത്തിന് മാത്രം പോകുന്നവർ, വലിയവരെ കണ്ടാൽ മാത്രം സലാം പറയുന്നവർ, ചെറിയവരെ ബഹുമാനിക്കാത്തവർ, ചെറിയ സാമ്പത്തികമായി പ്രയാസമുള്ളവരെ ബഹുമാനിക്കാത്തവർ, അവരോട് സലാം പറയാൻ മടിക്കുന്നവർ, അവരോട് ചിരിക്കാൻ മടിക്കുന്നവർ, എന്നിട്ടോ ഒന്നാമത്തെ സഫിൽ വന്നിരുന്നു കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അനീതിയുടെ വക്താക്കളായ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു എങ്ങനെ ഉത്തരം നൽകുന്നത്? അപ്പോൾ അനീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലോകരാഷ്ട്രങ്ങളെ കുറിച്ച്, ട്രംപിനെ കുറിച്ചോ മറ്റു നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ കുറിച്ചോ അവിടേക്ക് മാത്രമല്ല നമ്മൾ ചിന്തകൾ പോകേണ്ടത്. നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സമീപനങ്ങൾ, അവിടെയെല്ലാം നീതി പുലർത്താൻ, നമ്മുടെ ഇണയോട് നീതി പുലർത്താൻ, നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ, നമ്മുടെ കൂടെ ജോലി എടുക്കുന്നവരോട് നീതി പുലർത്താൻ, നമ്മുടെ അയൽവാസിയോട് നീതി പുലർത്താൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നീതിമാന്മാരായി മാറാനും അള്ളാഹുവിന്റെ വിശാലമായ ആ സ്വർഗത്തിന്റെ ഉടമകളാകുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്, അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 9-ാമത്തെ വാചകം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ശുഹദാഅ ബിൽ ഖിസ്ത്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ നീതിമുറക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. അതിനുശേഷം പറയുന്നു, വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അൻ തഅദിലു, നിങ്ങൾ ഒരു ജനതയോട് നിങ്ങൾക്കുള്ള അമർഷം, ആ അമർഷം അവരോട് അനീതി കാണിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഈ വാചകത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുമായി കൂട്ടി വായിക്കണം. പലപ്പോഴും നമ്മൾ പലരോടും അനീതി കാണിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും അവൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കെതിരെ എപ്പോഴെങ്കിലും അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വ്യക്തിപരമായി വിരോധമുണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന നീതിപൂർവം ചെയ്തൊരു കാര്യത്തിനെ അവനെതിരായി പറയുന്ന അല്ലെങ്കിൽ അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രംഗം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് ഈ ആയത്ത് നമ്മൾക്ക് നൽകുന്നത്. നമുക്കൊരാളോട് വിരോധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയാൻ, അവൻ്റെ അടുക്കൽ മുഴുവനും തോന്നിവാസമാണെന്ന് പറയാൻ
അതല്ലെങ്കിൽ അവനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ അപ്പോഴേക്കിനും അത് ഫോർവേഡ് മെസ്സേജുകളായി അവനെ അപമാനിക്കാൻ കിട്ടുന്ന, അവനെ പിന്നെ തരം താഴ്ത്താൻ കിട്ടുന്ന സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുന്ന അങ്ങനെ അനീതി കാണിക്കുന്ന ആളുകളുണ്ട്. നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ നമുക്ക് മോശക്കാരനാക്കാം? അത് അവനോട് കാണിക്കുന്ന വലിയ അനീതിയാണ്. അതേപോലെ മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പലരോടും ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതികളിൽപ്പെട്ട ഒന്നാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ. ആ തെറ്റുകളോ പാപ്പയും വല്യാപ്പന്മാരും ചെയ്ത തെറ്റുകൾക്ക് വരെ ഇപ്പോഴും മക്കളും പേരമക്കളും ഒക്കെ അതിന്റെ ആക്ഷേപം കേട്ടുകൊണ്ട് ജീവിക്കുന്ന വല്ലാത്തൊരവസ്ഥ. അത് അവരോട് ചെയ്യുന്ന വലിയ അനീതിയാണത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്കിടയിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അതിനിടയിൽ ആരെങ്കിലും അനീതി കാണിച്ചാൽ ആ അനീതി കാണിച്ചവനെ ശരിയാക്കാൻ വേണ്ടി നോക്കണം. ഇനി അവൻ ആ അനീതി തിരുത്തി രണ്ടുപേരും സുൽഹിലായാൽ പിന്നെ പഴയ കഥ പറയാൻ പാടില്ല. കുടുംബജീവിതത്തിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിഴവുകൾ സംഭവിക്കാം, പിണക്കങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ പിണക്കങ്ങളെയും പിഴവുകളെയും ഒന്നും എടുത്തു പറഞ്ഞുകൊണ്ടും ദ്രോഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ വക്താക്കളായിക്കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. വിദ്യാർത്ഥികൾ അവർ സമരമുഖത്താണ് അവരുള്ളത്. അവിടെ അവർക്ക് നേരായ സത്യസന്ധമായ നീതിയുടെ വിജയം അവിടെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. നാദാം അവർക്കെല്ലാം നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ എല്ലാവരെയും തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.